കഫേയിലേക്ക് സ്വാഗതം എല്ലാവർക്കും. ഇന്നേക്കപ്പോൾ എന്താ ചെയ്യാമെന്ന് പ്ലാൻ ആലോചിച്ചപ്പോൾ കപ്പയ്ക്ക തീയൽ. അതിന് വേണ്ടി 2 കപ്പയ്ക്ക നൈസായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 1 മുറി തേങ്ങ. പിന്നെ അതിന് വേണ്ടത് കപ്പയ്ക്കയുടെ ഒപ്പം വഴറ്റാനുള്ള 2 വലിയ സവോള. തേങ്ങയുടെ ഒപ്പം വഴറ്റാൻ ചെറിയ ഉള്ളി ഒരു 10-15 അല്ലി, ഒരു പച്ചമുളക്. ഇനി വേണ്ടുന്നത് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പില, ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഒരു പുളി. ഇത് തേങ്ങയും ഈ ഉള്ളിയും കറിവേപ്പിലയും കൂടെ ചേർന്ന് വറക്കണം. പിന്നെ അതിൽ ഇതൊക്കെ ഇട്ടിട്ട് വഴറ്റുക. ഒപ്പം കപ്പയ്ക്കയും പിന്നെ വലിയ ഉള്ളി അരിഞ്ഞതും കൂടെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. എണ്ണയിൽ മൂപ്പിച്ച് ഇതാക്കിയെടുക്കുക. ഇനി ഉച്ചക്കലേക്ക് ഉപ്പേരിക്ക് എന്താണെന്ന് വെച്ചാൽ കോളിഫ്ലവർ മസാല ഉണ്ടാക്കുക. മസാലയല്ല, ഉപ്പേരി. കോളിഫ്ലവർ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, സവോള. ചോറ് ഓൾറെഡി വെച്ച് കഴിഞ്ഞു. അപ്പോൾ ബാക്കി ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് വരാം. ഓക്കെ, അപ്പോൾ തുടങ്ങാം അല്ലേ. ഇതിനായിട്ട് ഒരു പാൻ വെച്ചു. അപ്പോൾ കുറച്ച് വേണ്ടതിൽ ഈ കപ്പയ്ക്ക 2 കപ്പയ്ക്ക നീളനായിട്ട് വളരെ നൈസായിട്ട് അരിഞ്ഞ് വെച്ച് ഇത് നല്ല രീതിക്കൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴണ്ട് ബ്രൗണായി വരണം ഇതിനൊപ്പം. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് വറുക്കാനുള്ളത് അതിന് എണ്ണ ഒഴിക്കാം. ഒപ്പം തന്നെ കോളിഫ്ലവറും ചെയ്തെടുക്കാം. കാരണം കുറച്ച് അർജൻറ്റ് ഉണ്ട്. ഇതിൽ നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും, ചെറിയ ഉള്ളി ഒരു 10 ചെറിയ ഉള്ളി, പച്ചമുളക്, കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് വഴറ്റാം. കോളിഫ്ലവറിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇത് ഓൾറെഡി ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. കഴുകി വെച്ചിരിക്കുന്നു. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് വഴറ്റിയിട്ട് ഇത് വഴണ്ടാവട്ടെ. ഈ ഭാഗത്ത് ഇതിൽ ഈ സവോള ഇട്ട് വഴറ്റാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട് അതുപോലെ തന്നെ കുറച്ച് ഉപ്പ്, ഏകദേശം അതിൻ്റെ പച്ചമണം മാറുന്ന വരെ വഴറ്റി കളർ മാറി തുടങ്ങി. അപ്പോൾ ഈ സമയത്ത് പച്ചമണം മാറി കളർ വന്നു തുടങ്ങി. ഈ സമയത്ത് ഈ സവോള ഇട്ട് വഴറ്റുക. അതിനുള്ളിൽ ഇതവിടെ ഇരുന്നാട്ടെ. അതിനുള്ളിൽ അത് നോക്കിയിട്ട് വരാം. ഇതിൽ അരമുറി തേങ്ങ, കുറച്ച് സിമ്മിൽ വെക്കണം, അതിൽ കഴിഞ്ഞ് പോകും. ഒരു അരമുറി തേങ്ങ, ഒരു വലിയ തേങ്ങയുടെ അരമുറി തേങ്ങ. നല്ല ഇതിൽ ഒന്ന് പറയാൻ വിട്ടുപോയി. ഇതിൽ കുറച്ച് ജീരകം, എല്ലാവരും ചേർക്കാറില്ല, പക്ഷെ ഞാൻ കുറച്ച് ചേർക്കും. കുറച്ച് ജീരകം. ഇത് നല്ലോണം വറുത്ത് ചുവക്കനെ വറുത്തെടുക്കും. എപ്പോഴത്തെ ഒരു രീതിക്ക് അവിടെ കിടക്കാം, ആവുന്നില്ല. ഇതിൽ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി. അതിൽ എരിവ് കമ്മിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ബ്രാഹ്മിൺസിൻ്റെ തവണ എരിവ് വളരെ ലോ ആണ്. ഇത് നല്ല എരിവുള്ളതുമാണ്. ഇത് ഒരു 1/2 ടീസ്പൂൺ ഓർഡിനറി മുളക് പൊടി.
ഒപ്പം തന്നെ ഇത് ഇളക്കിയും വരണം, അല്ലെങ്കിൽ എണ്ണയും കരിഞ്ഞു കഴിഞ്ഞാൽ കൈപ്പറ്റ തീയലിൻ്റെ രുചി അങ്ങോട്ട് മാറും. അപ്പോൾ ഏതായാലും രണ്ടും നോക്കാം. ഇതങ്ങനെ ചുവന്ന് തുടുത്ത് വെക്കാം. ഒരു ഒന്നേകാൽ ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ഇത് ഇവിടെ ആയിക്കൊണ്ടിരുന്നോട്ടെ. ആയിട്ടില്ല, നല്ല ചുവന്ന കളർ വരണം, മൂക്കണം. ഇതിൽ ഞാൻ ഗരം മസാല ചേർക്കത്തില്ല. ഗരം മസാല കൂടെ ചേർക്കണം. കഴിഞ്ഞു. കുറച്ചേ ഉള്ളൂ, കുഴപ്പമില്ല. ഉള്ളത് ചേർക്കാം, ഉള്ളത് മതി. പൊടിച്ച് വയ്ക്കണം. കോളിഫ്ലവറിനെ മുറിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ചുടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ഒന്ന് കഴുകി എടുത്തിട്ട് വരാൻ വേണ്ടി കോളിഫ്ലവറിനെ ഇടാൻ വേണ്ടി ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് വേവാൻ വെക്കാം. അതൊരു ഭാഗത്ത് വെന്തോട്ട്. ഇതിടയിൽ നോക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ഇത് കരിയാണ്ട് നോക്കണം. ഇത് കരിയാത്ത നല്ല മണത്തോടെ നല്ല കളറോടെ വന്നാൽ മാത്രമേ തീയലിനും ആ രുചി വരുള്ളൂ. ഒന്ന് ഒതുങ്ങും, അതുകൊണ്ടാണ് ഇതിൽ തന്നെ ഇട്ടത്. കുറച്ചും കൂടെ വലുത് വേണ്ട, ഞാൻ ഒതുങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് ചുരുങ്ങി പോകുമല്ലോ. ഇതിപ്പോൾ ഇങ്ങനെ അറിയുന്നുണ്ട്, വെള്ളമായിക്കഴിഞ്ഞാൽ ഒന്ന് വെന്ത് ഒതുങ്ങിപ്പോകും. അപ്പോൾ ഇത് കറക്റ്റായിരിക്കും. അതിനാണ് ഈ ചുണ്ടത്തിൽ തന്നെ ഇട്ടത് ഞാൻ. അപ്പോൾ ഉപ്പ് ഇത്തിരി കുറവായിരുന്നു, അതൊട്ട് ഞാൻ 1/2 ഗ്ലാസ് വെള്ളം ഇതൊഴിച്ച് നമുക്ക് ഇത് അടച്ച് വെച്ച് സിമ്മിൽ തന്നെ വെക്കാം. ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് തിള വന്നാൽ അങ്ങനെ സിമ്മിലോട്ട് വയ്ക്കാം. പിന്നെ അതായിക്കോളും. അതിൻ്റെ ഉള്ളിൽ അവിടെ നോക്കണം. അപ്പോൾ പോരാ, കുറച്ചും കൂടെ. അപ്പോൾ ഈ അളവിന് നല്ലോണം മുരിഞ്ഞ് വരണ്ട് വന്നു, നല്ല തരിയായിട്ട്. ഇതിനെ നമുക്ക് വാങ്ങി ഒരു പ്ലേറ്റിലോട്ട് വാങ്ങി വെക്കാം. അപ്പോൾ അയ്യോ, ഒരു ഉള്ളി ഓടിപ്പോയി. അപ്പോൾ ഇതിനെ മൊത്തമായിട്ട് അങ്ങോട്ട് വറുത്ത് കോരി ഇതിലേക്ക് മാറ്റാം. കോരി മാറ്റി ഒതുക്കി വെച്ച് അതേ ചീഞ്ചട്ടിയിൽ അല്പം കൂടെ എണ്ണ ഒഴിക്കുക. കുറച്ച് ഇത് എണ്ണക്കളി ജാസ്തിയാണ്. എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ചിട്ട് ഈ വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുന്ന കയ്പ്പയ്ക്ക, പിന്നെ ഉള്ളി, ഇത്തിരി ഇതിട്ടിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ള ഈ മിക്സ് ഇതിലോട്ട് ഇടുക. ഇതിൽ തന്നെ ഇനി നമ്മൾ ചേർക്കേണ്ട പൗഡറുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ആദ്യം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നേരത്തെ കുറച്ചിട്ടിട്ടുള്ളൂ നമ്മൾ കളറിന് വേണ്ടിയിട്ട്. പിന്നെ കാശ്മീരി ചില്ലിയും ഓർഡിനറി മുളക്, കുറച്ചും കൂടി ഉപ്പ് ചേർക്കണം. ഇത് വെന്തോട്ടെ, അതിൻ്റെ ഉള്ളിൽ നമ്മളത് അരച്ച് വരാം. ഓക്കെ, ഇരിക്കുന്നുണ്ട്. സിമ്മിൽ വെച്ചിട്ടുണ്ട്. ഇടയിലൊന്ന് ഇളക്കി കൊടുക്കാം. എടുത്തു. വെള്ളം ഒഴിക്കാണ്ട് നമ്മൾ ഇത്തിരി എണ്ണ ഒഴിച്ചിട്ട് അരച്ചെടുത്തതാണ്. ഇനി ഇത് കഴുകിയിട്ടുള്ള വെള്ളമാണ് ഒഴിക്കേണ്ടത്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. വേവാൻ വിട്ടിട്ടുണ്ടല്ലോ. അതാ കണ്ടോ, കളറ് ചുവന്ന കളറിൽ കനായിട്ട പൊടിയിൽ ഒക്കെ വെള്ളമൊക്കെ ചുരുങ്ങി കഷ്ണം വെന്തിട്ടുണ്ടാകും. കാരണം 2 പ്രാവശ്യം എണ്ണയിലും തീയിലും കിടന്ന് കത്തിക്ക് നല്ലോണം വെന്തിട്ടുണ്ടാകും. അപ്പം നമുക്ക് ഈ അരവിൻ്റെ കൂട്ട് ഒന്ന് ഒഴിക്കാം.
അപ്പോൾ നമുക്കൊരു കഴിഞ്ഞ് കുറച്ച് വെള്ളപ്പൊടി, ശർക്കരപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ശർക്കരപ്പൊടി. വ്ലോഗ് അവസാനിപ്പിക്കാം ശ്രീ കഫേയിൽ. ഇനി ബാക്കി വരുന്നത് അടുത്ത വ്ലോഗിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ, സി യു. വറ്റി ഒന്നുകൂടെ ഡ്രൈ ആവട്ടെ. എന്നിട്ട് അല്പം എണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് അത് വാങ്ങിക്കാം. കറിവേപ്പില ഇട്ട് ഇത്തിരി വെളിച്ചെണ്ണ തൂവി ഇതിലും കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും.